വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു അടയാളം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം പ്രത്യക്ഷപ്പെട്ടു. 7 തലകളും 10 കൊമ്പുകളും തലയിൽ 7 രാജമുടികളുമുള്ള തീ നിറമുള്ള ഒരു വലിയ മഹാസർപ്പം ഇതാ. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദിയിൽ എന്ന വാക്കുകളോടെയാണ് ബൈബിൾ ആരംഭിക്കുന്നത്. വെളിപ്പാടിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആവർത്തിച്ച് സ്വർഗത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ക്രിസ്തുവിനോടൊപ്പം യാത്ര ആരംഭിക്കുന്നവർ ഒടുവിൽ അവനോടൊപ്പം സ്വർഗത്തിൽ തങ്ങളുടെ സ്ഥാനം കണ്ടെത്തുമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗം എന്ന വാക്കിന് തിരുവെഴുത്തുകളിൽ നിരവധി അർത്ഥങ്ങളുണ്ട്. പക്ഷികൾ പറക്കുന്ന ആകാശം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചലിക്കുന്ന വിശാലത, ആത്മീയ ശക്തികൾ പ്രവർത്തിക്കുന്ന സ്വർഗീയ മണ്ഡലം, എല്ലാത്തിനുമുപരി ദൈവത്തിന്റെ വാസസ്ഥലം, ദൈവത്തിന്റെ പറുദീസ, പുതിയ ആകാശം, നീതി വസിക്കുന്ന നിത്യരാജ്യം എന്നിവയെ ഇത് സൂചിപ്പിക്കാം. ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനെ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി അടയാളങ്ങൾ ഉള്ളതുപോലെ എതിർ ക്രിസ്തുവിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട അടയാളങ്ങളെക്കുറിച്ചും തിരുവെഴുത്ത് പറയുന്നു. ആത്മീയ മണ്ഡലത്തിൽ സാത്താൻ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. ദുഷ്ടശക്തികളുടെ സൈന്യങ്ങളെ അവൻ ആജ്ഞാപിക്കുന്നു. വിശ്വാസികൾ ക്രിസ്തുവിന്റെ വരവിനായി സന്തോഷത്തോടെ കാത്തിരിക്കുമ്പോൾ ശത്രുവിന്റെ വഞ്ചനാപരമായ പ്രവൃത്തികളെക്കുറിച്ച് അവർ ജാഗ്രതയും വിവേകവും ഉള്ളവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി: അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ചരിത്രത്തിലുടനീളം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടുതൽ ആഗോള ഐക്യം, കേന്ദ്രീകൃത അധികാരം, അന്താരാഷ്ട്ര സഹകരണം എന്നിവ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ദിവസം ആഗോള നേതൃത്വവും നിയന്ത്രണവും സാധ്യമാക്കിയേക്കാവുന്ന അവസ്ഥകളിലേക്ക് ലോകം നിരന്തരം നീങ്ങുകയാണെന്ന് അത്തരം സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയമായി ജാഗ്രത പാലിക്കാനും ദൈവവചനത്തിന്റെ ലെൻസിലൂടെ ലോക സംഭവങ്ങളെ വീക്ഷിക്കാനും തിരുവെഴുത്ത് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാൽ കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഭയത്താലോ ഊഹാപോഹത്താലോ ശ്രദ്ധ തിരിക്കരുത്. മറിച്ച് ക്രിസ്തുവിന്റെ തിരിച്ചുവരവനായി അവർ നിങ്ങളുടെ ഹൃദയത്തെ കൂടുതൽ സന്നദ്ധതയിലേക്ക് ഉത്തേജിപ്പിക്കട്ടെ. ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുക. ക്രിസ്തുവിന്റെ തിരിച്ചുവരവിന്റെ അനുഗ്രഹീത പ്രത്യാശയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നയിക്കുന്ന ഒരു പുസ്തകമാണിത്. കാലത്തിന്റെ അടയാളങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുമ്പോൾ നമുക്ക് ഭയഭക്തിയോടെയും വിശുദ്ധിയോടെയും പ്രതീക്ഷയോടെയും നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവിന്റെ വരവനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരായി നമുക്ക് ഓരോ ദിവസവും ജീവിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ലൂക്കോസ് 21-ാം അധ്യായം 36-ാം വാക്യം. ആകയാൽ ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കേണ്ടതിനും നിങ്ങൾ യോഗ്യരായി എണ്ണപ്പെടേണ്ടതിന് എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.